ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയില് മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയും നമുക്ക് അറിഞ്ഞുകൂടാ, സ്വർണം വാങ്ങി വെച്ചിരിക്കുന്നവര് വിറ്റ് ലാഭം എടുക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ യുദ്ധ അന്തരീക്ഷം അങ്ങ് മാറിക്കഴിഞ്ഞാല് സ്വർണത്തിന്റെ വിലയിൽ താഴേക്ക് ഒരു ഇടിവുണ്ടാകും എന്ന ധാരണ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വില പോകുന്നതിന് മുൻപേ വാങ്ങിവെച്ച സ്വർണം വിറ്റ് ലാഭം എടുക്കുക. ഇത് സാധാരണ സ്വർണം വാങ്ങുന്നവരല്ല ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്നത് ലാഭം ഉണ്ടാക്കാനാണല്ലോ. അതുപോലെ സ്വർണത്തിൽ പണം നിക്ഷേപിച്ച് ലാഭം ഉണ്ടാക്കുന്ന ഒരു ധാരാളമുണ്ട് ഇപ്പോൾ. അതായത് ഗോൾഡ് ട്രേഡ് എക്സ്ചേഞ്ച് വഴിയും അല്ലാതെയും ഒക്കെ. അപ്പൊ അങ്ങനെ വാങ്ങി വെച്ചിരിക്കുന്നവരെല്ലാം വലിയ തോതിൽ സ്വർണം വിൽക്കുന്നു. ആ വിൽപ്പന സമ്മർദ്ദം കൊണ്ടാണ് പെട്ടെന്ന് വിലയിടിവ് ഉണ്ടായത്. പിന്നെ അതുകൂടാതെ ഒരു കാരണം കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതായത് ഇത്രയും നാള് യുദ്ധം നിർത്തുന്നില്ല ഈ തരത്തിൽ പോയ ട്രംപും ഇറാനും ഏകദേശം ഒരു ധാരണയിൽ എത്തുന്നതായിട്ട് മനസ്സിലാക്കുന്നു ഇപ്പോൾ. അത് തന്നെ സ്വർണ്ണ വിലയില് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഈ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ കൂടുതൽ വിൽക്കുന്നത്. ഇനി അതുപോലെ മൂന്നാമതൊരു കാരണം ചൂണ്ടിക്കാണിക്കാനുള്ളത്, US ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ അടുത്ത, അതായത് ഉടനെ തന്നെ അവരുടെ മീറ്റിംഗ് നടക്കുകയാണ്. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്ന മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിൽ അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുമോ? അങ്ങനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, കാരണം US-ലും വിലക്കയറ്റവും മറ്റു പ്രധാന പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അത് അതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ US ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, US ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതൊക്കെ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ലാഭകരമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വർണം വിറ്റ് ക്യാഷ് കയ്യിൽ വെച്ചിട്ട്, ഇത് വ്യാപാരികളാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ടായി കളയാം എന്ന് വിചാരിക്കുന്നു. തന്നെയുമല്ല, US ഡോളറാണ് ലോകത്തെ കറൻസികളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറൻസി, എപ്പോഴും മൂല്യം സൂക്ഷിക്കുന്ന കറൻസി, മൂല്യം വർദ്ധിപ്പിക്കുന്ന കറൻസി. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് US ഡോളറിലേക്കോ US ട്രഷറി ബോണ്ടുകളിലേക്കോ ഇൻവെസ്റ്റ്മെന്റ് പോകാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സ്വർണത്തിന്റെ വിലയിൽ ഇടിവുണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഓണം വിപണിയൊക്കെ വരുമ്പോഴേക്കും വിൽക്കാനുള്ളവരൊക്കെ നേരത്തെ വിറ്റ് കഴിഞ്ഞിരിക്കും. അപ്പോൾ വീണ്ടും സ്വർണത്തിന്റെ വില കുറച്ചുകൂടി വർദ്ധിക്കും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അതെ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണല്ലോ, ഈ സർവകാല റെക്കോർഡായി 1,31,000 രൂപയിലേക്ക് വരെയൊക്കെ സ്വർണത്തിന്റെ വില എത്തിയിരുന്നു. ഇനിയിപ്പോൾ ഈ യുദ്ധം സമാധാനത്തിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ ഒരു ഗതി എങ്ങനെയായിരിക്കും? ഒരു പക്ഷേ ഈ വന്നതുപോലെ തന്നെ സ്വർണ്ണവില കുറയാനുള്ളൊരു സാധ്യതയാണോ ഉള്ളത്? അതോ നേരത്തെ അതാണ്, സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില പതുക്കെ താഴോട്ട് തന്നെ പോകും. അങ്ങനെ താഴോട്ട് പോയി ഒരു പക്ഷേ 80,000-ലൊക്കെ സെറ്റിൽ ചെയ്തെന്നിരിക്കാം. അതിനിടയ്ക്ക് വീണ്ടും US-ഉം ഇറാനും കൂടി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ അതിനാണ് സാധ്യതയുള്ളത്. അപ്പം അതുകൊണ്ടൊക്കെയാണ്, ആ ഭയം കൊണ്ടാണ് ഈ ഗോൾഡ് ട്രേഡ് എക്സ്ചേഞ്ച്, അതായത് ഗോൾഡ് സ്റ്റോക്ക് മാർക്കറ്റ്, ഗോൾഡ് സ്റ്റോക്കായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിനെ വിൽപ്പന വാങ്ങലിലൂടെ ലാഭം കൊയ്യുന്ന വ്യാപാരികൾ, അത്തരക്കാരാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിറ്റഴിക്കുന്നത് കൊണ്ടാണ് സ്വർണത്തിന്, അതായത് ഒരുപാട് സ്വർണമാണ് വിപണിയിൽ വിൽക്കപ്പെടുന്നത്. അങ്ങനെ വിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്നത്. അവർ ഈ പറഞ്ഞ താങ്കൾ ചോദിച്ച അതേ ചോദ്യം തന്നെ, സ്വർണത്തിന്റെ വില പെട്ടെന്ന് കുറയുമോ, താഴേക്ക് പോകുമോ എന്ന ഭയം അവരെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ലാഭം എടുക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യം കഴിഞ്ഞാൽ അവർ വിൽപ്പന നിർത്തുമ്പോഴേക്കും സ്വർണത്തിന്റെ വില ഒരു പക്ഷേ പിന്നെയും കുറച്ച് താഴേക്ക് പോയേക്കാം. അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉണ്ടാകണം. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ശരി, വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.